എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് LSSുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ്. ഇതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മലയാളത്തിൽ എന്തെല്ലാം പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇംഗ്ലീഷ് നമ്മൾ എന്തെല്ലാം പഠിക്കണം, അതെങ്ങനെ പഠിക്കണം എന്നുള്ളത് വളരെ പെട്ടെന്ന് ഒന്ന് നോക്കാൻ പോവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ചോദ്യങ്ങളും വിശദമായി ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്താറുണ്ട്. ഇംഗ്ലീഷിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഇംഗ്ലീഷിൽ ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ചോദ്യങ്ങളും വിശദമായിട്ട് ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളും അതിലെന്ത് ചെയ്തിട്ടുണ്ടാവും, ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഭാഷാ വ്യവഹാര രൂപങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും വിശദമായിട്ട് ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ചോദ്യങ്ങൾ വരും, അതേപോലെ തന്നെ വിശദമായിട്ട് ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾ വരും. ഇതിൽ ഈ വിശദമായിട്ട് ഉത്തരം എഴുതാനുള്ള ചോദ്യത്തിൽ പ്രധാനമായിട്ടും ഈ ഒരു ഭാഷാ വ്യവഹാര രൂപങ്ങളെ അടിസ്ഥാനമായിട്ടായിരിക്കും ചോദിക്കുക. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ഭാഷാ വ്യവഹാര രൂപങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അത് ഏതിലൊക്കെയാണ് പ്രധാനമായിട്ട് ചോദിക്കുക എന്ന് ചോദിച്ചാൽ, വിശദമായിട്ട് ഉത്തരം എഴുതാനുള്ള തരത്തിൽ സംഭാഷണം ചോദിക്കാം, വിവരണം ചോദിക്കാം, വരികൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ചോദിക്കാം, നോട്ടീസ്, ഡയറി മുതലായവയും ചോദിക്കാം. അപ്പൊ വിശദമായിട്ട് ഉത്തരം എഴുതാൻ പറയുന്ന ചോദ്യങ്ങളിൽ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ സാധ്യത ഈ ഒരു 5 എണ്ണം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു 5 കാര്യങ്ങൾ വൃത്തിയിൽ മക്കളെ പരിശീലിപ്പിക്കുക. ഇതിൽ 5 ഏതെങ്കിലും ഒന്നായിരിക്കും മിക്കവാറും ഒരു വിശദമായിട്ട് ഉത്തരം എഴുതാനുള്ള ഭാഗത്ത് നിന്ന് വരിക. ലളിതമായിട്ടുള്ള ഭാഷയിൽ 4-5 വാക്യങ്ങളെ നമുക്ക് ഈ ഒരു ഭാഗത്ത് എഴുതാനുണ്ടാവും. അപ്പൊ അത് കൃത്യമായിട്ട് കുട്ടികളെ വ്യത്യസ്ത സന്ദർഭങ്ങൾക്കനുസരിച്ച് സംഭാഷണം തയ്യാറാക്കുക, വിവരണം തയ്യാറാക്കുക, വരികൾ കൂട്ടിച്ചേർക്കൽ, നോട്ടീസ്, ഡയറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഒരു വ്യത്യസ്ത സന്ദർഭങ്ങൾ കൊടുത്തിട്ട് അവരെ കൊണ്ട് എഴുതാൻ വേണ്ടിയിട്ട് പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതില് കൂടുതലായിട്ടും പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വരാറ്. ഇംഗ്ലീഷ് പാഠഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ടും കൂടെ എല്ലാ പാരൻസും കുട്ടികൾ കൃത്യമായിട്ട് അത് പഠിക്കുന്നുണ്ടോ, അത് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പാരൻസ് ഒന്ന് കൃത്യമായിട്ട് നോക്കുക. ഇനി ഇത് കൂടാതെ മറ്റു തരത്തിലുള്ള ചോദ്യരൂപങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പാഠഭാഗത്തിലെ കഥ, സംഭവത്തിലെ വസ്തുതകൾ എന്നിവ ക്രമം തെറ്റിച്ച് നൽകിയത് ക്രമപ്പെടുത്തി എഴുതാൻ പറയും. ഒരു പാഠഭാഗത്തിലെ കഥ അത് ക്രമം തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടാവും. ആ കൊടുത്തത് ക്രമപ്പെടുത്തി എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ വരാം. ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ജീവിയുടെ പ്രത്യേകതകൾ 3-4 വാക്യത്തിൽ അവതരിപ്പിച്ച് വസ്തുവിന്റെ പേര് കണ്ടെത്താനുള്ള റിഡിലുകൾ ചോദിക്കാം. ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ജീവിയൊക്കെ ആയിരിക്കും, അത് 3-4 വാക്യത്തിൽ അവതരിപ്പിച്ച് ആ ഒരു വസ്തുവിന്റെ പേര് കണ്ടെത്താൻ തരത്തിലുള്ള റിഡിലുകൾ ചോദിച്ച് നമ്മൾ കാണാറുണ്ട്. ക്രമം തെറ്റിച്ചു നൽകിയ അക്ഷരങ്ങൾ ക്രമപ്പെടുത്തി വാക്ക് അല്ലെങ്കിൽ വാക്യം എഴുതുക. വാക്കിലെ വിട്ടുപോയ അക്ഷരം, വാക്യത്തിലെ വിട്ടുപോയ പദം തുടങ്ങിയവ കണ്ടെത്തുക തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടെ ചോദിച്ചു കാണാം. അപ്പൊ നമുക്ക് ഒരു ക്രമം തെറ്റിച്ച അക്ഷരങ്ങൾ നൽകിയിട്ട് നമ്മൾ അത് വെച്ചൊരു വാക്കുണ്ടാക്കാൻ, ആ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വാക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു വാക്യം എഴുതാനൊക്കെ പറയാം. പിന്നെ വാക്കിലെ വിട്ടുപോയ അക്ഷരം അല്ലെങ്കിൽ വാക്യത്തിൽ വിട്ടുപോയിട്ടുള്ള ഒരു പദം കണ്ടെത്താൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളായിട്ട് വരാം എന്നുള്ളത് കൂടി തിരിച്ചറിയാം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യ മാതൃകകൾ മുതിർന്നവരുടെ അല്ലെങ്കിൽ അധ്യാപകന്റെ സഹായത്തോടുകൂടി പരിശീലനം നൽകുന്നതായിരിക്കും ഇതിനെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഇംഗ്ലീഷിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ സഹായിക്കുക. ഞാനിവിടെ പറഞ്ഞ എല്ലാ ടോപ്പിക്കുകളും ഒന്ന് എഴുതിയെടുക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളെ കൂടുതൽ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ
LSS ഇംഗ്ലീഷിൽ നല്ലൊരു മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടുന്ന തരത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ കുട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക, അവരെ നന്നായിട്ട് നോക്കുന്ന പാരന്റ്സിന്റെ ഭാഗത്തുനിന്നും അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.